സംഘർഷത്തിന് പിന്നാലെ അടച്ചിട്ട താമരശ്ശേരിയിലെ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം ഫ്രഷ് കട്ട് ഇന്നും തുറക്കില്ല. നാളെയോടെ സ്ഥാപനം തുറക്കാൻ സാധിച്ചേക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഫ്രഷ് കട്ട് തുറന്നാൽ മാത്രം സമരം നടത്താമെന്നാണ് സമരസമിതിയുടെ തീരുമാനം. സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ. സാനിയോ, വീണ്ടും ഈ ഫ്രഷ് കട്ട് തുറന്നാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ? ഈ സ്ഥാപനം ഇന്ന് തുറക്കാതിരിക്കാനുള്ളൊരു സാഹചര്യം എന്താണ്? അതായത് ഇന്നിപ്പോൾ തുറക്കാതിരിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് കൂടുതൽ യന്ത്രങ്ങൾ, അതായത് നമുക്കറിയാം കത്തിപ്പോയ ഒരുപാട് യന്ത്രങ്ങളുണ്ട്, അതിനൊക്കെയും പകരം കൊണ്ടുവരേണ്ടതുണ്ട്. ആ യന്ത്രങ്ങളൊക്കെ എത്തിക്കാനുള്ള ഒരു സമയം, കൂടാതെ ഞായറാഴ്ച, ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന് ഫ്രഷ് കട്ട് തുറക്കാത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെയോടുകൂടി പ്രവർത്തനം തുടങ്ങാനാകുമെന്നാണ് ഫ്രഷ് കട്ട് മാനേജ്മെന്റ് അറിയിക്കുന്നത്. അതായത് നേരത്തെ ഈ ഫെസിലിറ്റേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കൂടുതൽ മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കുക, 25 ടൺ മാലിന്യം അളവ് 20 കുറയ്ക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ വെച്ചിരുന്നു. ആ നിർദ്ദേശങ്ങളൊക്കെയും പാലിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, പഴയ മാലിന്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഇത്തരം ഫെസിലിറ്റേഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളെല്ലാം പാലിക്കേണ്ടതുകൊണ്ടാണ് അല്പ ദിവസം കഴിഞ്ഞ് തുറക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഫ്രഷ് കട്ട് മാനേജ്മെന്റ് എത്തുന്നത്. അതേസമയം തുറന്നില്ല എങ്കിൽ സമരവുമില്ല. എന്നാൽ തുറന്ന് ഇതേ ബുദ്ധിമുട്ടുകൾ തുടരുകയാണെങ്കിൽ സമരവുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ ഫ്രഷ് കട്ട് സമരത്തിന്റെ ദുരിതബാധിതർ, അതായത് ഈ താമരശ്ശേരിയിൽ അടക്കമുള്ള ദുരിതബാധിതർ പറയുന്നത്. ഓക്കെ, വ്യക്തമാണ്. സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്.